ഹായ് ഫ്രണ്ട്സ്, മുഞ്ചുള്ള അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ന്യൂഡിൽസ് ആണ്. അതിന് നമുക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി മഞ്ഞൾ. പിന്നെ നമുക്കിത് ചുടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്, എന്നാലേ ഇത് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിന് കുഴക്കണ അതേ രീതിയിലാണ് നമ്മൾ കുഴക്കേണ്ടത്. എണ്ണ ചേർത്തണത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടി പോവാതിരിക്കാനാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് നൂലപ്പത്തിൻ്റെ അച്ചാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഹോളുള്ള ഇതാണ് വേണ്ടത്. ഇത് നമുക്ക് ഈ അച്ചിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ഇതിലോട്ട് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ആ വെള്ളത്തിലോട്ടൊന്ന് പീച്ചി കൊടുക്കാം. മാവിനകത്ത് വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടി പൊട്ടി ചാടത്തുള്ളൂ. അപ്പം നമുക്കിത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലല്ലോ. അതെന്താണെന്നറിയോ, അത് നമ്മൾ നേരത്തെ പൊടിയിൽ കുറച്ച് എണ്ണ ചേർത്തിയല്ലോ, അതുകൊണ്ടാണ് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുന്നത്. അപ്പം നമ്മളിതെല്ലാം പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വേവാൻ പാടില്ല. അപ്പോൾ അത് ആകെ കുഴഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ ഒരു 3/4 ഭാഗം വേവാവുകയാണ് നല്ലത്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ വെള്ളം ഒന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടി ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതെടുത്തിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അധികം വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിവാക്കാം. ഇത് കണ്ടോ, ശരിക്കും ന്യൂഡിൽസിനെ പോലെ തന്നെ ഉണ്ട്. നല്ല നീളത്തിൽ കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ന്യൂഡിൽസ് കുറച്ച് ഉള്ളിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വലിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയുള്ളി നല്ല ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ന്യൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം.                                                                                                                                                                                        നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി നൂഡിൽസ് തന്നെയാണിത്. ഗോതമ്പ് കൊണ്ട് ആയതുകൊണ്ട് ചപ്പാത്തിയൊക്കെ തിന്ന് മടുക്കുന്നവർക്ക് ഈ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ നൂഡിൽസ്. അപ്പോൾ കടയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഗോതമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഇനി നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.